ഹേയ് ഗായ്സ്, അപ്പോൾ ദാണ്ട് ഇന്നലെ നമ്മൾ സ്ലെൻഡർമാൻ അങ്ങനെ ഈ സിറ്റിയിൽ നിന്ന് തന്നെ ഓടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മുടെ ബൈക്കിൽ എണ്ണ ഉണ്ടായിരുന്നില്ല ഗൈസ്. അപ്പോൾ രാവിലെ വന്നിട്ട് ഞാൻ പെട്രോൾ അടിച്ച് പോവുകയാണ് ഗൈസ്. ക്ലൈമറ്റ് അത്ര ശരിയല്ല കേട്ടോ, മഴയ്ക്ക് ഏത് നിമിഷം സാധ്യത ഉണ്ട്. ഞാൻ റെയിൻകോട്ട് എടുക്കാൻ മറന്നു ഗൈസ്. ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല ഗൈസ്. പറഞ്ഞ് തീർന്നില്ല, അപ്പോഴേക്കും മഴ പെയ്യൽ തുടങ്ങി. അപ്പം ഞാൻ എന്തായാലും എൻ്റെ ആദ്യത്തെ വീട്ടിൽ ഇന്ന് നമുക്കൊന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. മഴ മാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഗൈസ്. ഇനി എന്തായാലും വണ്ടി ഇവിടെ കിടക്കട്ടെ. അയ്യോ ഷടോ ഗൈസ്, ഉറങ്ങാനും സമ്മതിച്ചില്ല. ഇന്നലെ 5:30 വെച്ച അലാറം താണ്ട 5 PM അടിച്ചിരിക്കുന്നത്. അടിപൊളിയായി ഗൈസ്. അയ്യോ ഗൈസ്, കുറേ നേരം ഇവിടെ കിടന്നുറങ്ങിയെന്ന് തോന്നുന്നു. ഗൈസ്, ഇവിടെ കിടന്നപ്പോൾ എനിക്ക് ഈ വീട് അങ്ങോട്ട് വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെട്ട് ഗൈസ്. ഞാൻ എന്തായാലും ഇനി നമുക്ക് ഈ വീട് വിടുന്ന്. പക്ഷെ എനിക്ക് ഈ സ്ഥലം എനിക്കങ്ങനെ ഇഷ്ടമല്ല. സ്ഥലം ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മുടെ ആദ്യത്തെ വീടിൻ്റെ അവിടെയാണ്, നമ്മുടെ രണ്ടാമത്തെ വീടിൻ്റെ അവിടെയാണ്. അവിടുത്തെ ആ ഒരു ചുറ്റുപാടും നല്ല അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ഗൈസ് ഒന്നുകൂടി ആലോചിച്ച് നമുക്ക് ഒന്നുകൂടിയും തീരുമാനിക്കാം, അവിടെ കിടക്കണോ ഇവിടെ കിടക്കണമെന്ന്. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല, 2 വീടിൻ്റെ ഡോറില്ല, അതെന്തായാലും ഓക്കെ. ഇവിടെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയ സംവിധാനമുണ്ട്. അവിടെ അങ്ങനൊരു ഇതില്ല ഗൈസ്. ആകെ കൺഫ്യൂഷനായി, അവിടെ കിടക്കണോ ഇവിടെ കിടക്കണോ, എവിടെ കിടക്കുന്നൊരു ഐഡിയ കിട്ടുന്നില്ല ഗൈസ്. ഐഡിയ കിട്ടി ഗൈസ്, എനിക്കൊരു ഐഡിയ കിട്ടി. അതായത് നമ്മുടെ ഈ വീട് നേരെ അവിടേക്കും ആ വീട് നേരെ ഇവിടേക്കും ആക്കി എങ്ങനെ ഇരിക്കും ഗൈസ്, അതാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ അതൊന്ന് നോക്കി നോക്കാം ഗൈസ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ സെറ്റാക്കിയത് ഒരു റോഡ് റോളറാണ്. പക്ഷെ ഇത് കണ്ടിട്ട് നമ്മുടെ ചളിയിൽ കിടന്ന് ഓഫ് റോഡ് അടിച്ച പോലെ ഉണ്ട്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഇതെന്തായാലും നമ്മുടെ വീട് വലിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു റോഡ് റോളർ ഞാൻ സംഘടിപ്പിച്ചിട്ടുള്ളത് ഗൈസ്. ആദ്യം നമുക്കിതിവിടെ പാർക്ക് ചെയ്തിടണം. നമുക്ക് ആദ്യം കുറച്ച് ചെറിയ പരിപാടി ഉണ്ട്. അതായത് നമ്മുടെ വീടിനകത്തുള്ള കുറച്ച് സാധനങ്ങൾ നമുക്ക് കുറച്ച് ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. അത് മൂലയും കാര്യങ്ങളൊക്കെ പോയി ഇടിച്ചാൽ ചിലപ്പോൾ വീട് പൊളിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ബോക്സ് വാങ്ങാനുണ്ട്, കാർഡ്ബോർഡ് ബോക്സ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ ഗൈസ്. കടയിലൊക്കെ പോയപ്പോൾ അവർ ഫ്രീ ആയിട്ടൊന്നും കൊടുക്കുന്നില്ല, പൈസക്ക് തന്നെയാണ്. അപ്പോൾ ഫ്രീ ആയി, അപ്പോൾ അത് ട്രെയിൻ വഴിയാണ് ആളുകൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ട്രെയിൻ വഴി കൊടുന്നപ്പോൾ അവരുടെ ആ കണ്ടെയ്നർ ഈ ഒരു തൊട്ടടുത്തായിട്ട് തന്നെ അത് ഊരി പോന്നിട്ടുണ്ട്. അപ്പോൾ അവരിത് അറിഞ്ഞിട്ടില്ല, ഇവിടെ വന്നപ്പോഴാണ് അവർ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ട്രെയിൻ എനിക്ക് ഓടിക്കാറിയതുകൊണ്ട് ഞാൻ പോയി അത് അവിടുന്ന് തന്നെ പാക്ക് ചെയ്തിട്ടാണ്. അവിടുന്ന് തന്നെ നേരെ നമ്മുടെ ലോറിയായിട്ടാണ് ഞാൻ ചെന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ കാർഡ്ബോർഡ് ബോക്സൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതും കൊണ്ട് ഞാൻ നമ്മുടെ പഴയ വീട്ടിലേക്ക് പോയിട്ട് അവിടെ പാക്ക് ചെയ്യണം. എന്നിട്ട് നമ്മുടെ പുതിയ വീട്ടിൽ പാക്ക് ചെയ്തിട്ട് 2 കൂടി അവിടെ ഇവിടെയാക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാണാൻ പോണ പൂരം കേട്ടറിയണം ഗൈസ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് സംഭവം. നമ്മുടെ 2 അൽമറ അങ്ങനെ സെറ്റാക്കി കാർഡ്ബോർഡ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബെഡും കവർ ചെയ്ത് നമ്മുടെ ടേബിളും അതേപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ സെറ്റപ്പൊക്കെ അങ്ങനെ റെഡിയാക്കി. ഇവിടെ മുകളിലത്തെ സോഫയും ടേബിളും നമ്മളങ്ങനെ അതും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ പണി അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ വീട്ടിൽ പോയിട്ട് അവിടെ നമുക്ക് റെഡിയാക്കാണ്ട്. അവിടെ നമ്മുടെ PC ഉണ്ട്, അതാണ് ഡാമേജ് ആവാണ്ട് നോക്കേണ്ടത് ഗൈസ്. അപ്പോൾ സോഫയും ടേബിളും അതേപോലെ തന്നെ നമ്മുടെ ബെഡും അതേപോലെ തന്നെ ഷെൽഫ് PC ഒക്കെ അങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. PC തെർമാക്കോൾ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ PC പോയാൽ പോയി ഗൈസ്. അപ്പോൾ ആദ്യം നമ്മുടെ പഴയ വീട് തന്നെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇത് കുറച്ച് സീനാണ്. അവിടെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കുറച്ച് കൂർപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വീട് ഇവിടെ വെക്കുമ്പോൾ ഭംഗിയുണ്ടാവും. നമ്മുടെ ഈ ഒരു പുതിയ വീട് അവിടെ വെച്ചാൽ ഒരു ഭംഗി കിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഇതൊരു സ്ക്വയർ ഷേപ്പായിട്ടാണ്, മറ്റേതൊരു വെർട്ടിക്കലായിട്ടാണ്. അപ്പോൾ ഞാൻ എന്തായാലും പോയി വെച്ച് നോക്കട്ടെ ഗൈസ്. നോക്കാം, ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇനി സ്വിമ്മിംഗ് പൂളും കൂടി ഇവിടെ വെച്ചാൽ സെറ്റാവും ഗൈസ്. ഇതിന് ഇവിടെ ആട്ടോ ശരിക്കും മാച്ചായത്. അതേപോലെ തന്നെ കണ്ട
ഇതിന് ഇതാണ് മാച്ച്. കണ്ട ഗൈസ്, ഇവിടെ ഇതാണ് മാച്ചായിട്ടുള്ളത്. മുകളിലൊക്കെ നമ്മൾ സെറ്റാക്കി. പക്ഷെ ഇവിടെ ഇത് മാച്ചല്ല, ഇത് എന്തോ ഒരു കൊളാപ്സ് മാതിരി. അതെന്തായാലും സീനില്ല ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും വീഡിയോക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീട് റൊട്ടേഷനിൽ ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ ഇനിയും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.